മെസ്സിക്ക്. നമ്മൾ ഇന്നലെ ബാക്കി വെച്ച ഇത് നമ്മൾ കറക്റ്റ് ഫുള്ളാക്കാൻ പോവാണ്. നമ്മൾ ഇവൻ്റേക്ക് പോവാം. മൂന്ന് ഇതും കൂടി ആയാൽ നമുക്ക് ഫുള്ളാക്കാതെ 200 ഷാർട്ട്സും കിട്ടും. ഗൈസ് പാടി ഗൈസ് അടുത്ത് റെഡിയാക്കാം. കിട്ടിൻ്റെ ഗൈസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കൊരു ടോപ്പ് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ട്രെയിനിലേക്ക് നമുക്കൊരു 3 റൗണ്ടും കൂടി കംപ്ലീറ്റ് ആക്കിയാൽ 200 ഷാർട്ട്സ് കിട്ടും. ഒരു 5 ടോക്കൺ മിനിമം കിട്ടിയാൽ 3 റൗണ്ടിന് കംപ്ലീറ്റ് ആവില്ല. 1 റൗണ്ടിന് കംപ്ലീറ്റ് ആവുള്ളൂ. നമുക്ക് കുറച്ച് കൂടുതൽ ടോക്കൺ കളക്ട് ചെയ്യണം. എവിടുന്ന് കിട്ടും നോക്കാം നമുക്ക്. ഏതായാലും നമ്മൾ ഏതായാലും എടുക്കും. അടുത്ത കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഇതിൽ ട്രെയിനിങ് പോകാം. അടുത്ത ട്രെയിനിങ് അല്ല മാച്ചാണ്. മാച്ചിന് നമുക്ക് 3 കിട്ടും. ടോട്ടൽ 6 ആയി. നമുക്കിനി 2 കൂടി കിട്ടും. നമുക്ക് പീറ്റർ ചെക്കിനെ നമുക്ക് ലെവൽ 12 ഫുള്ളാക്കാം. റാങ്ക് അപ്പ് ചെയ്യണം. പീറ്റർ ചെക്കിനെ ചെയ്യണം നമ്മൾ പറയണം. പീറ്റർ ചെക്കിനെ ചെയ്താൽ സഖപ്പോൾ കുഴപ്പമില്ല, ഫോമൊക്കെ ഉണ്ട്. പീറ്റർ ചെക്കിനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? കീപ്പറല്ലേ സക്ക. റൊണാൾഡീനിയോ കാണിച്ച സ്കിൽ. അടുത്ത പാടിക്കാൻ വരുമ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് റെഡി ഗൈസ്. അങ്ങനെയുണ്ട്. നമുക്ക് ബേക്കിൽ തിരിഞ്ഞ് നിന്നിട്ട് അടിച്ചോക്കാം. ബേക്കിൽ തിരിഞ്ഞ് അടിച്ചോക്കാം. കഴിയ നോക്കാം.
هذه كرة هدف الآن. خطورة مستمرة. അടുത്ത നമുക്ക് എംബാപ്പെ പാടി. أليكسيس والآن يفقدون السيطرة. رونالدينيو. بابي എംബാപ്പെ خطيرة. فرصة هدف لبابي. കളി ജയിച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും കിട്ടിയ ടോക്കൺ കൊണ്ട് കറക്റ്റ് വെക്കാം. ഒരു 6 ഒരു 6 കിട്ടുമോ? ഇല്ല ഗൈസ്, 1 കിട്ടുള്ളൂ ഗൈസ്. ഇന്നലെ നല്ലോണം നമുക്ക് 6 5 കിട്ടിയിട്ടുണ്ട്. ഇന്നത് കിട്ടുന്നില്ല. 6 3 ഗൈസ്, പകുതി കിട്ടുന്നുള്ളൂ. രണ്ട് 4 ടോക്കണായി. ഇപ്പം തന്നെ 2 ടോക്കൺ വേസ്റ്റായി. അടുത്ത നമുക്കൊരു 1000 ചിംസ് കിട്ടിയാൽ കുഴപ്പമില്ല. 1000 ചിംസ് തരും കിട്ടില്ല ഗൈസ്. എന്താ അറിയില്ല, തരുന്നില്ല. അപ്പോൾ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം 2 ടോക്കൺ കൂടി ഉണ്ട്, കറക്കി നോക്കാം. 4 ലാസ്റ്റ് ടോക്കണാണ്. നമുക്കൊരു 6 കിട്ടിയ ശുഭം. 6 കിട്ടണം. 4 എപ്പോൾ 4 പറഞ്ഞിട്ട് 4 നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒന്നുകൂടി പോകുന്നുണ്ട്. പിന്നെ ഇത് 123 ഇത് പോയി നോക്കാം. സ്റ്റോറിൽ നിന്നൊരു പാക്ക് വാങ്ങാം നമുക്ക്. ഫ്രീ പാക്ക് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് 2 ടോക്കൺ കൂടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എക്സ്ചേഞ്ചിൽ പോയി നോക്കാം കിട്ടുമെന്ന്. ഇവിടെ നമുക്കുണ്ട് 10 ടോക്കൺ. എത്ര ഉണ്ടാവും നോക്കാം. 10 ടോക്കൺ ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് കിട്ടുമല്ലേ. ഇപ്പോൾ ഒരു 20 ഒന്നും വേണ്ട ഗൈസ്. ഒരു 12 മതിയാവും. ഇപ്പോൾ നമുക്ക് കറക്കാൻ പോയിട്ട് നമുക്ക് ഇതുവരെ ഒരു പാക്കും കറക്കാൻ കിട്ടിയില്ല ഗൈസ്. പാക്കും കിട്ടിയില്ല. പാക്ക് തന്നത് ഇന്നലൊക്കെ ഭയങ്കര ലക്ക്. അപ്പോൾ ഇനി ഒരു റൗണ്ടും കൂടി കംപ്ലീറ്റ് ചെയ്യണം.
പെട്ടെന്ന് കഴിയണം. ഒരു രണ്ട് പ്ലീസ്. സ്പോർട്സ് ഗൈസ് 2 കിട്ടി. നമുക്ക് ഫസ്റ്റത്തെ കറക്കാല കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കറക്കി ആരെ കിട്ടും നോക്കാം. ഒരു 102 കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യാം. 99 കിട്ടിയാലും മതി നമുക്ക്. ഗൈസ് 100 ആയിട്ടാണ് ഗൈസ്. അടുത്ത 99 കറക്കാൻ കിട്ടിയിട്ടുണ്ട്. 99 റേറ്റഡ് പ്ലെയർ. അപ്പോൾ മറ്റേ ജയിക്കാൻ കിട്ടിയിട്ടുണ്ട് 5. അപ്പോൾ കഴിയാനായിട്ടുണ്ട്. ഇപ്പോൾ ടോക്കൺ വേസ്റ്റാണ് കണ്ട വയസ്സ്. ഇപ്പം നമ്മൾ ടോക്കണൊക്കെ നല്ലോണം ആക്കി വന്നപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. എന്ത് ചെയ്യാൻ? ജസ്റ്റ് നമുക്കൊരു 100,000 ജെംസ് തരും. ജെംസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആദ്യമായിട്ട് ജെംസ് കിട്ടി നമുക്ക്. ആറ് ഗൈസ്. നമുക്ക് ഏതായാലും ടോക്കൺ ഫുള്ള് കറക്കി കളിക്കാം ഗൈസ്. ആരാണിത്? ഫ്രാൻസ് സെൻട്രൽ മിഡ്. 102 റേറ്റഡ് ഗൈസ്. കുഴപ്പമില്ല, നല്ല ആൾ തന്നെ കിട്ടിയിട്ടുണ്ട്. 99 റേറ്റഡ്. ഇനി ആര് കിട്ടും? തോന്നുന്നു ചങ്ങാനെയാണ് ഉദ്ദേശിച്ച് കിട്ടും. ആ ചങ്ങാനെ കിട്ടി 5. അതിൽ വായി പോയി തരുന്നുണ്ട്. ഇപ്പോൾ ടോക്ക് എല്ലാം കറക്റ്റ് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ടോക്കണാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇപ്പോൾ 2 കിട്ടിയാൽ കുഴപ്പമില്ല. അവസാനത്തെ ടോക്കൺ 2, ലാസ്റ്റ് 2 സൺ 2 2 പ്ലസ് 4 കിട്ടി. ഒരു 96 റേറ്റഡ് പ്ലെയറിനെ കളിക്കാൻ കിട്ടി. അപ്പോൾ നമുക്ക് നമ്മളെ ഷോർട്സ് പിന്നെ കംപ്ലീറ്റ്. പക്ഷെ നമുക്കിത് കറക്കാം. ഫസ്റ്റ് ആരെ കിട്ടും നോക്കാം. ആരാണ്? ഇംഗ്ലണ്ട് സെൻട്രൽ മിഡ്ഫീൽഡർ. ഒരു 101 പ്ലെയർ. അപ്പോൾ ഈ ഇവൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ 200 ഷാർട്സ് പോയി ക്ലെയിം ചെയ്യാം. അപ്പം നമുക്ക് 200 ഷാർട്സ് കിട്ടിയിട്ടുണ്ട്. ഷാർട്സ് ക്ലെയിം ചെയ്യാം. അപ്പം ടോട്ടൽ 400 ഷാർട്സ് ആയിട്ടുണ്ട്. നമുക്ക് എക്സ്ചേഞ്ച് ബാക്കി ചെയ്യാം. ഇപ്പം നമുക്ക് 470 ആയിട്ടുണ്ട്. 470. ഇനി നമുക്ക് 102 പ്ലേസ് ഉണ്ട്. 2 ആൾക്കാരുണ്ട്, 100 101. അപ്പം നമുക്ക് 490 ആയിട്ടുണ്ട്. 490 ടോട്ടലാകും. നമുക്ക് 490 ആയിട്ടുണ്ട്. നമുക്ക് ഒരു അടുത്ത നെക്സ്റ്റ് വീക്കിൽ ആർക്ക് വരും നോക്കാം. ലാസ്റ്റ് അവസാനം നോക്കാം ആരെടുക്കണം. നമുക്ക് എത്രത്തോളം എത്തിക്കാൻ കഴിയും നോക്കാം.
ഷാർട്സ് ഇതൊക്കെ കംപ്ലീറ്റായി. മെയിൻ പോയപ്പോൾ തന്നെ ക്ലെയിം ചെയ്യാൻ ഇവിടുന്ന് ഒന്നുമില്ല. ചലഞ്ച് മോഡിൽ പിച്ച് ബീറ്റ്സ് ഇത് ഇന്നലെ കഴിച്ച് നാളെ കിട്ടും നമുക്ക് കളിക്കാൻ. അപ്പോൾ ബാക്കി ഇവൻറ്റുകൾ കംപ്ലീറ്റ് ആക്കാം. ഇതേതായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ജംപ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കറക്കാം പാക്ക്. കുറച്ച് ജംസ് ഉണ്ടാക്കിയിട്ട് കറക്കാം നമുക്ക് പോയിട്ട്. എവിടെ മൊത്തം ജംസ് ഇപ്പം എത്ര ജംസ് ഉണ്ടെന്ന് നോക്കാം. ഈ 2711 ഉണ്ട്. നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് പോയിട്ട് 4 ഡിവിഷൻ നമുക്ക് ഡിവിഷൻ മാച്ച് കളിക്കാം. കളിക്കാം. ഇനി നമുക്ക് കളി കഴിഞ്ഞ് എല്ലാ ജംപ്സും ഒക്കെ ക്ലെയിം ചെയ്ത് പാക്ക് ഇറക്കണ പോവാം. അപ്പോൾ ഈ മാച്ച് അടിച്ചു വിടുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി പാക്ക് തുറക്കുമ്പോൾ കാണാം. അപ്പോൾ നമ്മളെല്ലാം ഡയമണ്ട് ജെംസ് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. 3000 ജെംസ് ആയിട്ടുണ്ട്. നമുക്ക് കറക്കാം. 102 റേറ്റുള്ള കറക്കാം. ഭാഗ്യം അടിക്കാണ്. അപ്പോൾ ഗൈസ് നമുക്ക് കിട്ടിയ കൊള്ളാന്നുള്ളത് നമ്മുടെ സെൻട്രൽ മിഡ് സിദാനും പിന്നെ നെസ്റ്റേന് കിട്ടിയ കുഴപ്പമില്ല. പിന്നെ ഈ സെൻട്രൽ മിഡ് 106. പിന്നെ ഇപ്പോൾ ഇതിൽ ആരും അത്ര ആവശ്യമില്ല. സിദാനും നമുക്ക് നെസ്റ്റേന് കിട്ടിയ കുഴപ്പമില്ല. പ്ലീസ് തരുമോ EA സ്പോർട്സ്? തരുമോ EA സ്പോർട്സ്? കറക്കി നോക്കാം. നമുക്ക് ആരാന്ന് കിട്ടുമോ നോക്കാം. നമുക്ക് ഡെയിലി വണ്ടിൽ അടിച്ചിടാം. ചെയ്യാം. ആരാണ് നോക്കാം. ആരാവും വോയിസ് ദീസ് ഇസ് ഇംഗ്ലണ്ട് ലെഫ്റ്റ്. ഗൈസ് 106 പ്ലെയർ ഗൈസ്. ഗൈസ് നമുക്ക് അടിച്ചു ഗൈസ്. അങ്ങനെ നമുക്ക് അടിച്ചു ഗൈസ്. അടിച്ചു ഗൈസ്. ഇനി നമുക്ക് സക്കേനെ മാറ്റേണ്ടി വരും ഗൈസ്. എന്ത് ചെയ്യും? നമുക്ക് ഏതായാലും റിസേവ് ഒന്ന് ഇട്ട് നോക്കാം. സക്ക ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ. അടിപൊളി ആരാ നോക്കാം. കൂട്ടി കൊടുക്കാം നമുക്ക് റാങ്ക് അപ്പ്. സക്കേനല്ല, നിക്കോ വില്യംസിന് മാറ്റേണ്ടി വരും. ലെഫ്റ്റ് വിങ് ആണ്. നമ്മള് 108 ആക്കിയിട്ട് 109 ആക്കിയിട്ട് നമുക്ക് നിർത്താം. ഗൈസ് ഞാൻ പ്രതീക്ഷിച്ച ഗൈസ് ഏതെങ്കിലും ഒരു 102 പ്ലെയറെ കിട്ടും വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ്
ഏതായാലും ഇങ്ങനെ കളിപ്പിക്കുക വരെ നിക്കോ അവിടെ നിൽക്കട്ടെ ഗൈസ്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ് ഇത്രയും. അപ്പോൾ നമുക്ക് ഇനി കറക്കാൻ വല്ലതും ഉണ്ടോ നോക്കാം. ഗൈസ് നമുക്ക് എക്സ്ട്രാ ടൈം എക്സ്ചേഞ്ച് ചെയ്യാണ്ട് നമുക്ക് കുറച്ച് പ്ലേയേഴ്സ് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 10,000 ആണ് ഗൈസ്. അപ്പോൾ എക്സ്ട്രാ ടൈം പോയേക്കാം. ഇവൻറ്റ്സ് ഡെയിലി പിക്സ് 15,000 ആയിട്ടുണ്ട് ഗൈസ് നമുക്ക്. അപ്പോൾ ഇത് വീക്കെൻഡ് പാക്കും ഉണ്ട്. ഇതാണ് ഇപ്പോൾ കറക്കാൻ പോകുന്നത്. കറക്കി നോക്കാം ഗൈസ്. ഈ സ്പോർട്സ് തരുമോ ഇതിലെങ്കിൽ ഇത് തരുമോ? ഇല്ല ഗൈസ്, ഇല്ല ഇതിലില്ല. നമുക്ക് ലക്കില്ല ഗൈസ് ഇതിൽ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് വീക്കെൻഡ് പാക്കും ബാക്കിയുള്ളതും കറക്കി വെക്കാം. മാൾഡീനിനെ കിട്ടുന്നുണ്ട് ഗൈസ്. പൗളോ മാൾഡീനി. നമുക്ക് ബാക്കിയിൽ കറക്കാം. അപ്പോൾ നമ്മളെ ഗൈസ് ഞാൻ പ്രതീക്ഷിച്ച ഗൈസ് പ്രതീക്ഷിക്കാതെ കിട്ടിയത്. നമുക്ക് നോക്കാം പ്ലേയേഴ്സ്. അപ്പോൾ എത്ര പോവും? നമുക്ക് 20 കൊടുക്കാം. എങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കുമോ? നമുക്ക് ട്രാൻസ്ഫർ 110 കഴിയൊക്കെ ചെയ്യും, പക്ഷെ അപ്പോൾ ആക്കുന്നില്ല. നമുക്ക് ചെക്കിന് ആക്കാൻ ഇനി ഒരു 44 മാസം കൂടി വേണം. എന്തോ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗിഫ്റ്റ് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ സ്പിൻ ചെയ്തതാണ് ഡെയിലി പിക്സ്. അപ്പോൾ അങ്ങനെയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ഇന്നത്തെ ഇതിവിടെ നിർത്താം. അപ്പോൾ ഇവൻ്റെ എല്ലാവരും കളിച്ചിട്ടുണ്ടാവും ഗൈസ്. ഞാൻ ചെറുതായി പാളിപ്പോയി. അത് ചലഞ്ച് ഡിവിഷൻ കളിക്കണം ഗൈസ്. ഇനി വേൾഡ് ക്ലാസ് എത്തണം. അറ്റാക്കേഴ്സ് എത്തണം. പിന്നെ വെട്ട് വേൾഡ് ക്ലാസ് 3 ആണ്. കുഴപ്പമില്ല. ഫ്രണ്ട്ലി മാച്ച് ഫ്രണ്ട്സിൻ്റെ ഇത് നോക്കാം. എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണിത്. കുഴപ്പമില്ലാത്ത അക്കൗണ്ടാണ് ഇവൻ്റെ. അടുത്തതിൻ്റെ നോക്കാം. KBFC പ്രൊഫൈൽ. ഇവൻ്റെ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഇത് വേറെ അവൻ്റെ അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ. എന്നാൽ നമ്മളിവിടെ നിർത്തുകയാണ്. ഇനി പുതിയ ഇവൻ്റ് വരുന്നത് നോക്കാം. നമുക്ക് എന്തായാലും നമുക്ക് നെക്സ്റ്റേനെ അതോ ഇതാനെ എടുക്കാൻ നോക്കാം. നെക്സ്റ്റേനെ അതോ വേറെ ഏതെങ്കിലും നല്ല പ്ലേയേഴ്സ് കുറഞ്ഞ ഇതിൽ ഷാർട്സിൽ വരികയാണെങ്കിൽ അടുത്ത വീക്കിലൊക്കെ അപ്പോൾ അത് നോക്കാം. എല്ലാ വീക്കും പ്ലേയേഴ്സും വന്നിട്ട് അവസാനമൊക്കെ കമ്പയർ ചെയ്ത് നോക്കി എടുക്കാം. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ.